പ്രവാസ ലോകത്തെ വാർത്തകളിലേക്ക്. കുവൈത്തിൽ പുതിയ ട്രാഫിക് നിയമം പ്രാബല്യത്തിൽ വന്നു. ഗതാഗത നിയമലംഘകർക്ക് കടുത്ത പിഴകൾ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ വ്യവസ്ഥ ചെയ്യുന്നതാണ് പുതിയ നിയമം. വാഹന ലൈസൻസുകൾ, ഒരാൾക്ക് ഉടമയാകാവുന്ന വാഹനങ്ങളുടെ എണ്ണം, നിയമലംഘനങ്ങൾക്കുള്ള പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ എന്നിവയിൽ കാതലായ മാറ്റങ്ങൾ വരും. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ച ആദ്യ വർഷത്തിനുള്ളിൽ 2 നിയമലംഘനങ്ങൾ വരുത്തിയാൽ അയാളുടെ ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കർശനമായ നടപടികൾ സ്വീകരിക്കും. സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ചാൽ 3 മാസം വരെ തടവും 150 മുതൽ 300 ദിനാർ വരെ പിഴയും ലഭിക്കും. വാഹനാപകടമുണ്ടാക്കിയ ശേഷം സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുന്നവർക്ക് 3 മാസം തടവും 150 ദിനാർ പിഴയുമാണ് ശിക്ഷ. അശ്രദ്ധമായോ അപകടകരമായോ വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയാൽ 1 വർഷത്തിൽ കൂടുതൽ തടവും 3000 ദിനാർ വരെ പിഴയും ചുമത്തും. ബ്രേക്കിംഗ് സംവിധാനം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്ത വാഹനമോടിച്ചാൽ 2 മാസം തടവും 200 ദിനാർ വരെ പിഴയും ലഭിക്കും. ഡ്രൈവിംഗിനിടെ മൊബൈൽ ഉപയോഗിക്കുക, റോഡിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുക തുടങ്ങിയ കുറ്റങ്ങൾക്ക് 75 കുവൈത്ത് ദിനാറാണ് പിഴ. കേസ് കോടതിയിലെത്തിയാൽ 3 മാസം വരെ തടവും 150 മുതൽ 300 ദിനാർ വരെ പിഴയും ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ-US ഉഭയകക്ഷി വ്യാപാര കരാറിനായുള്ള പരിഗണനാ വിഷയങ്ങൾക്ക് അന്തിമ രൂപം നൽകി US വിദേശ വ്യാപാര കാര്യാലയം. നടപടി മോദി-വാൻസ് കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്. നിർദ്ദിഷ്ട ഉഭയകക്ഷി വ്യാപാര കരാറിനുള്ള BTA ചർച്ചകളുടെ പരിഗണനാ വിഷയങ്ങൾക്ക് ഇന്ത്യയും US അന്തിമ രൂപം നൽകി. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ വിപണികൾ തുറക്കുന്നതിലൂടെയും US-ലെ തൊഴിലാളികളെ ദോഷകരമായി ബാധിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കുന്നതിലൂടെയും സന്തുലിതാവസ്ഥയും സഹകരണവും കൈവരിക്കാൻ ഈ ചർച്ചകൾ സഹായിക്കുമെന്ന് US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീർ പറഞ്ഞു. ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, കസ്റ്റംസ് സൗകര്യം എന്നിവയുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഏകദേശം 19 അധ്യായങ്ങളായിരുന്നു കരാറിനായുള്ള നിബന്ധനയിൽ ഉൾപ്പെടുത്തിയത്. ട്രംപ് ഭരണകൂടം ഇന്ത്യയുമായുള്ള ബന്ധത്തിന് മുൻഗണന നൽകിയിട്ടുണ്ട്. ചൈനയുമായുള്ള വ്യാപാര യുദ്ധത്തിന്റെ ആഘാതം ഒരു പരിധിവരെ ലഘൂകരിക്കാൻ കഴിയുന്ന ഒരു വ്യാപാര കരാർ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും വൈറ്റ് ഹൌസ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ച നടക്കും. ലോകരാഷ്ട്ര തലവന്മാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. ഇന്ത്യൻ സമയം ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30-ക്കാണ് സംസ്കാര ചടങ്ങുകൾ. വത്തിക്കാൻ സിറ്റിക്ക് പുറത്തുള്ള സെന്റ് മേരി മേജർ ബസലിക്കയിലാണ് ചടങ്ങുകൾ നടത്തുക. ലോകരാഷ്ട്ര തലവന്മാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. ബുധനാഴ്ച രാവിലെ പ്രാദേശിക സമയം 9 മണി മുതൽ പൊതുദർശനം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്നലെയാണ് വിടവാങ്ങിയത്. വത്തിക്കാനിലെ വസതിയിൽ പ്രാദേശിക സമയം പുലർച്ചെ 7:35-നായിരുന്നു അന്ത്യം. 88 വയസ്സായിരുന്നു. 11 വർഷം ആഗോള കത്തോലിക്ക സഭയെ നയിച്ച പിതാവാണ് യാത്രയായത്. ഇന്ത്യൻ യാത്ര എന്ന ആഗ്രഹം സഫലമാക്കാതെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം. അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കാനുള്ള ആഗ്രഹം മാർപ്പാപ്പ പ്രകടിപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രി നേരിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ എന്ന നിലയിൽ വത്തിക്കാൻ സർക്കാരിലും സഭയ്ക്കകത്തും കാലോചിതമായ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് വത്തിക്കാന്റെ ഭരണ ചുമതല താൽക്കാലികമായി കർദിനാൾ കെവിൻ ഫാരലിന് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദി അറേബ്യ സ്വദേശികൾക്കായി ടൂറിസം മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്കായി ഇത് തിരിച്ചടിയാവും. സൗദി പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ വികസിപ്പിക്കുന്നതിനും സ്വകാര്യ മേഖലയിലെ തൊഴിൽ ശക്തി പുനർനിർമ്മിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് സംവരണം നിലവിൽ വന്നിരിക്കുന്നത്. 41 ടൂറിസം ജോലികളിൽ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടൂറിസം മന്ത്രാലയവുമായി സഹകരിച്ച് മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം നയിക്കുന്ന ഈ നീക്കം 2026 ഏപ്രിൽ 22 മുതൽ 3 ഘട്ടങ്ങളായാണ് നടപ്പിലാക്കുക. ഇത് നിലവിൽ വരുന്നതോടെ രാജ്യത്തെ എല്ലാ സ്വകാര്യ ടൂറിസം സ്ഥാപനങ്ങളെയും സാരമായി ബാധിക്കും. ഹോട്ടൽ മാനേജർ, ഹോട്ടൽ ഓപ്പറേഷൻസ് മാനേജർ, ടൂറിസം ഡെവലപ്മെന്റ് സ്പെഷ്യലിസ്റ്റ്, ട്രാവൽ ഏജൻസി മാനേജർ, സൈറ്റ് ഗൈഡ്, ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് എന്നിവരുൾപ്പെടെയുള്ള സ്പെഷ്യലിസ്റ്റ് റോളുകളിലേക്കുള്ളവരെയാണ് ഈ തീരുമാനം ലക്ഷ്യമിടുന്നത്. ധാരാളം മലയാളികൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഈ തീരുമാനം തിരിച്ചടിയാകും. വിശദമായ നടപടിക്രമങ്ങളുടെ ഗൈഡ് ടൂറിസം മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിൽ ഡ്രൈവറില്ല ടാക്സികൾ വരുന്നു. അടുത്ത വർഷം സർവീസ് ആരംഭിക്കാനാണ് പദ്ധതി. പ്രവാസി ഡ്രൈവർമാർക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്ന ആശങ്ക. ചൈനീസ് കമ്പനിയായ ബൈഡുവിന്റെ അപ്പോളോ എന്നറിയപ്പെടുന്ന ഓട്ടോണോമസ് റൈഡ് ഹെയിലിംഗ് സർവീസ് 2026-ൽ ദുബായിൽ ആരംഭിക്കും. ഇതിന്റെ ഭാഗമായി അടുത്ത കുറച്ചു മാസങ്ങൾ 50 ടാക്സികൾ പരീക്ഷണ ഓട്ടം നടത്തും. അടുത്ത 3 വർഷത്തിനുള്ളിൽ ഇത് 1000 ടാക്സികളായി വർദ്ധിപ്പിക്കാനാണ് പദ്ധതി. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഇതിനായുള്ള ധാരണാപത്രം ഒപ്പുവെച്ചു.
അപ്പോളോയുടെ ഏറ്റവും പുതിയ RT6 മോഡലാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഈ മോഡൽ ചൈനയിൽ ഇതിനോടകം വിജയകരമായി പരീക്ഷിച്ചു കഴിഞ്ഞു. അപ്പോളോയുടെ ഡ്രൈവറില്ലാത്ത വാഹനങ്ങൾ ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി പരീക്ഷിക്കുന്നത് ദുബായിലാണ്. ഡ്രൈവിംഗ് അറിയാത്ത കുട്ടികൾക്കും പ്രായമായവർക്കും ഈ സർവീസ് ഒരുപാട് ഉപകാരപ്രദമാകും. മാത്രമല്ല സമയം ലാഭിക്കുകയും റോഡ് സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും. ദുബായിൽ ഡ്രൈവറില്ലാ ടാക്സികൾ വൻതോതിൽ നിരത്തിലേക്ക് വരുന്നത് പ്രവാസി ഡ്രൈവർമാരുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദിയിലെ ആദ്യത്തെ റെസിഡൻഷ്യൽ ദ്വീപായ ലാഹിക് 2028 തുറക്കും. ദ്വീപിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായി. റെഡ് സി ഡെവലപ്മെന്റ് കമ്പനിയാണ് ചെങ്കടൽ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പൂർത്തിയാക്കിയ പാർപ്പിട ആവശ്യത്തിനായി നിർമ്മിക്കുന്ന ദ്വീപിനെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. ദ്വീപിലെ പാർപ്പിട സൗകര്യങ്ങൾ ആഡംബരത്തിന്റെയും സ്വകാര്യതയുടെയും ഉയർന്ന നിലവാരം പുലർത്തുന്നുവെന്നും കമ്പനി വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ പൗഴപ്പുറ്റുകളാൽ ചുറ്റപ്പെട്ട 92 ദ്വീപുകളടങ്ങുന്ന സമൂഹത്തിലാണ് ലാഹിക് ദ്വീപും സ്ഥിതി ചെയ്യുന്നത്. ഇത് സൗദിയുടെ പടിഞ്ഞാറൻ തീരത്താണ്. മറ്റ് സമുദ്രങ്ങളിൽ കണ്ടെത്താൻ പ്രയാസമുള്ള 2000-ലധികം ഇനം അപൂർവ മത്സ്യങ്ങളാണ് ഇവിടെയുള്ളത്. 40 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ ദ്വീപ്. സെയിലിംഗ്, വാട്ടർ സ്പോർട്ട് വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, ഒരു ടെന്നീസ് ക്ലബ്, ഫിറ്റ്നസ് സെന്റർ, സ്പോർട്ട് കോർട്ടുകൾ, മനോഹരമായ 15 ഹോൾ ഗോൾഫ് കോഴ്സ്, വന്യജീവി പ്രേമികൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പാർക്ക് എന്നിവയുമുണ്ടാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.